ഹല്ലേലൂയ. മ്യൂട്ടിലാണോ? മ്യൂട്ടിലായിപ്പോയി. ഓക്കെ. സ്തോത്രം. ഹല്ലേലൂയ. കേൾക്കാമല്ലോ അല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം കർത്താവേ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന വേണം കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ ദാസന്മാരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നമുക്ക് ഇന്ന് രാത്രികാലം യോഹന്നാൻ എഴുതിയ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായത്തിലേക്ക് വരാം. ഹല്ലേലൂയ. ഈ 17-ാം അധ്യായം അത് മുഴുവനും യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. യേശു ക്രിസ്തു ഗെത്സമനയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട്, അതിനുശേഷം കാൽവരിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കർത്താവ് തൻ്റെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഇത് മുഴുവൻ. ഇത്രയും നീളമേറിയ ഒരു പ്രാർത്ഥന തിരുവചനത്തിലെങ്ങും നാം കാണുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ഇത്രയും ദീർഘമായി പ്രാർത്ഥിച്ചു. നമ്മെ സംബന്ധിച്ചും അത് വേണമെങ്കിൽ നമുക്കതൊരു മോഡലായിട്ട് എടുത്ത് നമ്മുടെ ജീവിതത്തിലും അതേപോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും. അല്ലെങ്കിൽ അതുപോലെ കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഹല്ലേലൂയ. അതിൻ്റെ ആ പ്രാർത്ഥനയെ നമുക്ക് 4ആയിട്ട് വേണമെങ്കിൽ തിരിക്കാം. അതിൻ്റെ കർത്താവ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ വാക്യം 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ കർത്താവ് തനിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. നമ്മളും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആദ്യമേ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുശേഷം മതി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. കാരണം നാം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഒരുപാട് പൈശാചിക ശക്തികൾ അതിനകത്ത് നമുക്കെതിരെ പോരാടും. അതുകൊണ്ട് അതിനു മുമ്പായി നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, നാം പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ചർച്ചിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നാം അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ. അപ്പോൾ നാം അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പൈശാചിക ശക്തി നമ്മളെ ഉപദ്രവിക്കാതെ വണ്ണം, നമുക്ക് തടസ്സമുണ്ടാകാതെ വണ്ണം നാം ആദ്യമേ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് യേശു ക്രിസ്തു ചെയ്ത അതാണ്. അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ കർത്താവ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് 6 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ കഴിയും കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ആദ്യം കർത്താവ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പിന്നീട് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. ഇവിടെ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നാം രണ്ടാമത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഭയിൽ വരുന്ന വിശ്വാസികൾ, അതുപോലെ നമ്മുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ, നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ബന്ധുജനങ്ങൾ, നമ്മുടെ ജഡരക്തങ്ങൾ, ഇവർക്കൊക്കെ വേണ്ടി നാം രണ്ടാമതാണ് പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥിച്ചത് ആദ്യം കർത്താവിന് വേണ്ടിയും രണ്ടാമത് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയുമാണ് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. അതിൻ്റെ 20 മുതൽ 22 വരെയുള്ള കർത്താവിൻ്റെ പ്രാർത്ഥന അത് ഫ്യൂച്ചറിലുള്ള ബിലീവേഴ്സിന് വേണ്ടിയാണ്, ഭാവിയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടിയാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. പിന്നീട് 4ാമത് ആയിട്ടുള്ള പ്രാർത്ഥന, 24-ാം വാക്യത്തിൽ കർത്താവ് ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ യേശുവിൻ്റെ ആ വലിയൊരു ആഗ്രഹം എന്താണെന്ന് അവിടെ പറയുവാനിടയായിത്തീർന്നു. നമുക്കിത് 4 ഓരോന്നേ കുറച്ച് നമുക്ക് നോക്കിപ്പോകാം. ഹല്ലേലൂയ. നമുക്ക് വാക്യം 1 മുതൽ 5 വരെ വായിക്കാമല്ലോ ആരെങ്കിലും? ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ.
ഹല്ലേലൂയ. യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു എന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്നാണ് ആദ്യത്തെ വാക്യത്തെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നാഴിക വന്നിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു ആദ്യമായിട്ട് പറയുക, നാഴിക വന്നിരിക്കുന്നു എന്ന്. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് നീ പുത്രനെ മഹത്വപ്പെടുത്തണമേ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4 പ്രാവശ്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാഴിക വന്നിട്ടില്ല, എൻ്റെ നാഴിക വന്നിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കർത്താവ് പറയുന്നത്, എൻ്റെ നാഴിക വന്നിരിക്കുന്നു. നമുക്കറിയാം, ഹല്ലേലൂയ, യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 4-ാം ഭാഗത്ത് കാനാവിലെ കല്യാണത്തിന് യേശുവിൻ്റെ അമ്മ പറഞ്ഞു, ഇവിടെ വീഞ്ഞു കുറവാണ്, നീ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് അപ്പോൾ പറഞ്ഞത്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. നോക്കാം, അവിടെ കർത്താവ് പറയുന്നത് എൻ്റെ നാഴിക വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 7:6 നോക്കുവാണെങ്കിൽ, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്ന് കർത്താവ് പറയുന്നു. അവിടെ യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാൻ യഹൂദിയിൽ അവരുടെ ഉത്സവം നടക്കുമ്പോൾ യേശുവിനെ അന്വേഷിച്ചു, യേശുവിനെ കൊല്ലുവാനായി. അത് അറിഞ്ഞ യേശുവിൻ്റെ സഹോദരന്മാർ യേശുവിനോട് പറഞ്ഞു, നീ അത്ഭുതങ്ങളും അടയാളങ്ങളുമെല്ലാം, അന്ന് യേശു ഗലീലയിൽ താമസിച്ചുകൊണ്ടിരിക്കുക, നീ പരസ്യമാകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നീ ഇവിടെ നിൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ പോയി കാണിക്കണം. ഇവിടെ തനിച്ചിരുന്ന് കാണിക്കല്ല വേണ്ടത്, നിൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ പോയിരുന്ന് കാണിക്കണം. അതുകൊണ്ട് നീ യഹൂദിയിൽ പോകണം എന്ന അർത്ഥത്തിൽ തൻ്റെ സഹോദരന്മാർ യേശുവിനോട് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് യേശു പറഞ്ഞതാണ്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്ന്. ഹല്ലേലൂയ. അതിനുശേഷം 7:8 നോക്കിയാൽ നമുക്ക് കാണാം, നിങ്ങൾ പെരുന്നാളിന് പോകുവിൻ, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. അവിടെ വീണ്ടും സഹോദരന്മാർ യേശുവിനെ നിർബന്ധിക്കുവാണ്, ഉത്സവത്തിന് പെരുന്നാളിന് പോകണമെന്ന്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾ പോക്കോ എന്ന് പറയുവാനിടയായിത്തീർന്നു. അവർ പോയ ശേഷം കർത്താവ് ദേവാലയത്തിൽ പോവുകയും അപ്പോൾ യഹൂദന്മാർ കുറേയധികം പോകുവാനിടയായിത്തീർന്നു. യേശു അവിടെ ദേവാലയത്തിൽ പോയി ദൈവവചനം സംസാരിക്കുകയും ചെയ്യുവാനും ഇടയായിത്തീർന്നു. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 7:30 നോക്കിയാൽ അവിടെ പറഞ്ഞിരിക്കുന്ന, അവനെ പിടിപ്പാൻ അന്വേഷിച്ചു, അവൻ്റെ നാഴിക വന്നിട്ടില്ല, ആരും അതുകൊണ്ട് അവൻ്റെ മേൽ കൈവച്ചിട്ടില്ല എന്ന് പറയുവാനിടയായിത്തീർന്നു. അതുപോലെ യോഹന്നാൻ 8:20 പറയുന്നുണ്ട്, അവൻ്റെ നാഴിക അതുവരെ വന്നിട്ടില്ല, ആരും അവനെ പിടിച്ചിട്ടില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് സങ്കീർത്തനം 31:15 ഒന്ന് വായിക്കാമല്ലോ. സങ്കീർത്തനം 31:15 അവിടെ പറയുന്നത്, മൈ ടൈം. വായിച്ചോ. 31:15 എന്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, എന്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഹല്ലേലൂയ. എൻ്റെ കാലഗതികൾ, മൈ ടൈംസ് ആർ ഇൻ ദൈ ഹാൻഡ്, എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു, ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് അവിടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അപ്പോൾ നമ്മെ സംബന്ധിച്ചും നമ്മുടെ ടൈം ആകുന്നതിന് മുമ്പേ, നമ്മുടെ സമയമാകുന്നതിന് മുമ്പേ ഒരു ശത്രുക്കൾക്കും നമ്മളെ തൊടുവാൻ കഴിയില്ല. അതാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യത്തിലും ഹല്ലേലൂയ സമയമായിട്ടില്ല എന്ന് കർത്താവ് പറയുവാനിടയായിത്തീർന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചും നമുക്ക് ശത്രുക്കളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള രോഗങ്ങൾ, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കാം. പലരും പറയുമായിരിക്കാം, ദാവീദിനെക്കുറിച്ചും പലരും പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ്റെ തീർന്നു,
അവൻ്റെ എന്തോ വലിയ രോഗത്തിന് അടിമയായി തീർന്നിരിക്കുകയാണ് എന്നൊക്കെ പറയും. അങ്ങനെ പറയുമ്പോഴും നാം ഓർക്കുക, നമ്മുടെ സമയം ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. മൈ ടൈം ആർ ഇൻ ദൈ ഹാൻഡ്. നിൻ്റെ കയ്യിലാണ് എൻ്റെ സമയം ഇരിക്കുന്നത്. നാം മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. ഹല്ലേലൂയ. യേശു പറഞ്ഞു നാഴിക വന്നിട്ടില്ല എന്ന് പറയുവാനിടയായി തീർന്നു. ഇപ്പോൾ കർത്താവ് പറയുന്നു നാഴിക വന്നിരിക്കുന്നു. ഏതിൻ്റെ നാഴികയാണ് വന്നിരിക്കുന്നത്? വഞ്ചിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. യൂദയാൽ വഞ്ചിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. സഹിക്കുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. അവനെ പിടിച്ചു കെട്ടി ചമ്മട്ടി കൊണ്ട് അടിക്കുവാനും പുറം കീറുവാനും തലയിൽ മുൾക്കിരീടം വയ്ക്കുവാനുമുള്ള ആ നാഴിക വന്നിരിക്കുന്നു. ക്രൂശിൻ്റെ നാഴിക വന്നിരിക്കുന്നു. ക്രൂശിൻ്റെ സമയം വന്നിരിക്കുന്നു. അവനെ കൈകാലുകൾ വിടർത്തി ആണികൾ അടിച്ച് ക്രൂശിൽ തറയ്ക്കുവാനും അവൻ്റെ കാലുകൾ രണ്ടും ചേർത്ത് വെച്ച് ആണി അടിച്ച് ക്രൂശിൽ തറയ്ക്കുവാനുള്ള നാഴിക വന്നിരിക്കുക. ഹല്ലേലൂയ. ഈ കാലുകളിൽ തലയിൽ നിന്നുള്ള ഞരമ്പുകളുടെ അതിൻ്റെ എൻ്റെ കാലുകളിലേക്ക് വരുന്നത്. ഈ കാലുകൾ രണ്ടും ഒരു പ്രത്യേക രീതിയിൽ ചേർത്ത് വെച്ച് അതിൽ ആണികൾ അടിക്കുമ്പോൾ ആ ഞരമ്പിൻ്റെ അവസാന ഭാഗമായതുകൊണ്ട് അതിഭയങ്കരമായ വേദനയായിരിക്കും. ആണികൾ അടിക്കുമ്പോൾ വേദനയുണ്ട്, അതിനേക്കാൾ ഇരട്ടി വേദനയായിരിക്കും ഈ ഞരമ്പുകളുടെ അറ്റത്തുള്ള ആണി കൊണ്ടുള്ള അടി എന്നിങ്ങനെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ വേദന സഹിക്കുന്ന നാഴിക, ക്രൂശിൽ സഹിക്കേണ്ട നാഴിക അടുത്തിരിക്കുന്നു. അതുകൂടാതെ രക്ഷ കൊടുക്കേണ്ടതായ നാഴിക അങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ നാഴിക വന്നിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വഞ്ചിക്കപ്പെടേണ്ട നാഴിക, ഞാൻ സഹിക്കുന്ന സഹനത്തിൻ്റെ നാഴിക, ക്രൂശിൻ്റെ നാഴിക, സാൽവേഷൻ രക്ഷ കൊടുക്കേണ്ടതായ നാഴിക എല്ലാം വന്നിരിക്കുന്നു എന്ന് കർത്താവോടെ പറഞ്ഞിരിക്കുന്നു. എൻ്റെ നാഴിക വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ക്രൂശ് എന്ന് പറയുന്നത് അതൊരു പരാജയമല്ല. കാരണം ഹല്ലേലൂയ, ക്രൂശ് പരാജയമല്ല എന്ന് പറയുന്ന അതൊരു ഗ്ലോറിയാണ്, അതൊരു മഹത്വമാണ്. ക്രൂശ് ഒരു പരാജയമല്ല. ലോകം പറയും അതൊരു പരാജയമാണെന്ന്. ക്രൂശിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ കർത്താവിനോ കഴിഞ്ഞില്ല, കർത്താവിനെ രക്ഷിക്കുവാൻ മറ്റുള്ളവർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് ക്രൂശ് ഒരു പരാജയമാണ് എന്ന് എല്ലാവരും പറഞ്ഞേക്കാം. പക്ഷേ ആ ഗ്ലോറി, ആ മഹത്വം കിട്ടണമെങ്കിൽ ക്രൂശിലൂടെ പോകണം. ഹല്ലേലൂയ. ലോകം പറഞ്ഞേക്കാം ക്രൂശ് ഒരു ഷെയിമാണെന്ന് പറഞ്ഞേക്കാം. എന്നാൽ ഹെവൻ, സ്വർഗം, അതിലൊരു ഗ്ലോറി കാണുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ലോകം അതൊരു ഷെയിമായിട്ട് പറയുമ്പോൾ സ്വർഗം അതൊരു ഗ്ലോറി, അതൊരു മഹത്വമായിട്ട് കാണുവാനിടയായിത്തീരും. സങ്കീർത്തനം 24:7 മുതൽ 10 വരെയുള്ള വാക്യം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിക്കുകയും മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിക്കുകയും മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. ഹല്ലേലൂയ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിന്, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് കാൽവരിയിൽ യാഗമായി തീർന്ന ശേഷം കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്ന ഭാഗമാണ് അവിടെ കാണുന്നത്. ഹല്ലേലൂയ. വാതിലുകളെ നിങ്ങൾ ഉയർന്നിരിപ്പിൻ, പണ്ടേയുള്ള കഥകളെ ഹല്ലേലൂയ നിങ്ങൾ ഉയർന്നിരിക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. കണ്ടോ, ഗ്ലോറി, യേശുവിന് ഗ്ലോറി ലഭിക്കുവാൻ, മഹത്വം ലഭിക്കുവാൻ ഇടയായി തീർന്നു. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആര്? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. ഹല്ലേലൂയ. കാൽവരിയിൽ
അവൻ പടവെട്ടി, ഹാലേലൂയ, ദുഷ്ടശക്തികളോട് ആത്മീയ ഗോളത്തിൽ അവൻ പടവെട്ടി അവൻ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ക്രൂശ് ഒരു പരാജയമല്ല, ക്രൂശ് മഹത്വത്തെ കാണിക്കുന്നു. ഹാലേലൂയ, വലിയ മഹത്വം യേശുവിൻ്റെ മേൽ ഉണ്ടായതായി നമുക്ക് കാണുവാൻ കഴിയും. ഹാലേലൂയ. 17-ന്റെ 3-ാം വാക്യം പറയുന്നു, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്ന് 3-ാം വാക്യം പറയുന്നു. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഹല്ലേലൂയ. നിത്യജീവൻ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സാധാരണ നിത്യജീവൻ എന്ന് പറയുമ്പോൾ അതൊരു എറ്റേണൽ ലൈഫായിരിക്കും, നിത്യമായൊരു ജീവിതമായിരിക്കുമെന്ന് നാം ചിന്തിച്ചേക്കാം. എന്നാൽ അത് ആണ്, പക്ഷേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് നാം യേശുവിനെ അറിഞ്ഞിട്ട്, ദൈവത്തെ അറിഞ്ഞിട്ട് നാം ദൈവത്തോടു കൂടി ജീവിക്കുന്നതിനാണ് എറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത്. സത്യദൈവമായ നിന്നെയും നീ അയച്ച പുത്രനായ എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ എന്ന് കർത്താവ് അവിടെ പറയുന്നു. ഹല്ലേലൂയ. ഇനി അതിൻ്റെ 2-ാം ഭാഗമാണ് 6 മുതൽ 19 വരെയുള്ള ഭാഗം. ഹല്ലേലൂയ. 17-ന്റെ 6 മുതൽ 19 വരെയുള്ള ഭാഗം. ഹല്ലേലൂയ. നീ ലോകത്തിൽ നിന്ന് വായിച്ചോ. ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞുമിരിക്കുന്നു. മതി. തന്നെ കുറിച്ച് പ്രാർത്ഥിച്ച ശേഷം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. താൻ സഹിക്കാൻ പോകുന്ന കഷ്ടതകൾ അറിഞ്ഞിട്ടും താൻ സഹിക്കാൻ പോവുകയാണ്, വളരെയേറെ കഷ്ടതകളിലൂടെ കടന്നു പോവുകയാണ്. അതറിഞ്ഞിട്ടും താൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ഒരു ഹൃദയമുണ്ടല്ലോ, അതൊരു ഇടയൻ്റെ ഹൃദയമാണ്. ഹല്ലേലൂയ. അത് പിതാവിന് വെളിപ്പെട്ടിരിക്കുകയാണ്, യേശുവിൻ്റെ ആ ഹൃദയം. അതായത് അവൻ്റെ ഉള്ളിലുള്ള ദയ, അവൻ്റെ വിശുദ്ധി, അവൻ്റെ സത്യം, അവൻ്റെ സ്നേഹം, ഇതെല്ലാം അവിടെ വെളിപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നീ എനിക്ക് തന്നത് എല്ലാം നിന്റെ പക്കൽ നിന്ന് ആകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. നീ എനിക്ക് തന്നത് എല്ലാം നിന്റെ പക്കൽ നിന്ന് ആകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ കർത്താവ് തൻ്റെ പ്രാർത്ഥനയിൽ അവരുടെ സംരക്ഷണയ്ക്കായി അവിടെ പ്രാർത്ഥിച്ചിരിക്കുക. ഹല്ലേലൂയ. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമല്ല പറഞ്ഞിരിക്കുന്നത്, എന്നാൽ അവരെ ദുഷ്ടന്മാരുടെ കരത്തിൽ നിന്ന് സംരക്ഷിക്കാനായി, അവർക്കാവശ്യമായി ജ്ഞാനം പകരേണ്ടതിനായി കർത്താവ് യേശു ക്രിസ്തു പ്രാർത്ഥിച്ചിരിക്കുക. ഹല്ലേലൂയ. ഇതേ പ്രാർത്ഥന നമ്മെക്കുറിച്ച് യേശു പ്രാർത്ഥിച്ചിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്ത് ആയിരിക്കുമ്പോഴും നാം ലോകക്കാരല്ല എന്ന രീതിയിൽ നമ്മളെ കാത്തുകൊള്ളുന്നത് പിതാവായ ദൈവമാണ്. ഹല്ലേലൂയ. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിലൂടെ പിതാവ് നമ്മൾക്ക് വേണ്ടി നൽകിയിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോഴും എന്നാൽ നാം ഈ ലോകക്കാരല്ല. ഹല്ലേലൂയ. അതൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഷിപ്പ് വെള്ളത്തിൽ വളരെ സേഫായി കിടക്കുക, എന്നാൽ ആ ഷിപ്പിനകത്തേക്ക് വെള്ളം കയറിയാൽ ഷിപ്പ് മുങ്ങിപ്പോകുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയും. നമ്മൾ ഒരു ശത്രുവിനെ നമുക്ക് ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ തന്നെ പിതാവിനോട് പ്രാർത്ഥിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവർ ലോകത്തിലുള്ളത് കൊണ്ട് പിതാവേ നീ അവരെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നതുകൊണ്ട് നാമും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ഷിപ്പ് പോലെ നാം ഈ ലോകത്ത് ജീവിക്കുക. എന്നാൽ ഈ ഷിപ്പിലേക്ക് വെള്ളം കയറരുത്, ലോകം നമ്മുടെ ഉള്ളിലേക്ക് കയറരുത്. ലോകം നമ്മുടെ ഉള്ളിലേക്ക് കയറിയാൽ നാം മുങ്ങിപ്പോകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. 17-ാം വാക്യം.
സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. 18 നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ അവൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഞാൻ അവരെയും, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, സാങ്ക്ടിഫൈ ചെയ്യണമേ. അവരെ സാങ്ക്ടിഫൈ ചെയ്യണമേ. എൻ്റെ ശിഷ്യന്മാരെ സാങ്ക്ടിഫൈ ചെയ്യണമേ. സാങ്ക്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണ്ട് കാലത്ത് ദൈവത്തിന് ഉപയോഗിക്കേണ്ടതായ ഓരോ കാര്യങ്ങൾ മോശയും അഹരോനുമെല്ലാം അത് എണ്ണയൊഴിച്ച് വിശുദ്ധീകരിക്കുമായിരുന്നു. ആലയത്തിൽ ഉപയോഗിക്കേണ്ടതായ പാത്രങ്ങൾ, വടികൾ, ഇതെല്ലാം എണ്ണയൊഴിച്ചത് വിശുദ്ധീകരിക്കണമായിരുന്നു, സാങ്ക്ടിഫൈ ചെയ്യണമായിരുന്നു. അപ്പോൾ സാങ്ക്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റി നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവരെ വിശുദ്ധീകരിക്കുക, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞാൽ അവരെ നിൻ്റെ പ്രവൃത്തിക്കായി നീ മാറ്റി നിർത്തണമേ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിൻ്റെ പ്രവൃത്തിക്കായി നീ മാറ്റി നിർത്തണമേ. കർത്താവ് ആ യേശു തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയാണ്, പിതാവേ നിൻ്റെ ഓരോ പ്രവൃത്തിക്കും വേണ്ടി നീ അവരെ അനോയിൻറ്റ് ചെയ്ത് നീ മാറ്റി നിർത്തണമേ. അതേ പ്രാർത്ഥന തന്നെയാണ് നമ്മളോടും നമ്മെക്കുറിച്ചും യേശു പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും കർത്താവായ പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മെ സാങ്ക്ടിഫൈ ചെയ്ത് നിർത്തിയിരിക്കുന്നവരാണ് നമ്മൾ എന്ന് നാം മറക്കണ്ട. ഹല്ലേലൂയ. നീ എന്നെ അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിനെ അയച്ചതുപോലെ, പിതാവെ എന്നെ അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. യേശുവിനെ ലോകത്തിലേക്കാണ് അയച്ചത്. അതുപോലെ നമ്മെ യേശു ലോകത്തിലേക്ക് അയച്ചിരിക്കുക. ഹല്ലേലൂയ. നാം ചർച്ചിൽ വന്ന് എല്ലാ ഞായറാഴ്ചയും വന്ന് ആരാധിക്കുന്നത് വളരെ നല്ലത്. പക്ഷേ ഹല്ലേലൂയ, നമ്മുടെ ചർച്ചിന് എങ്ങനെയോ നല്ല നല്ല വെളിപ്പാടുകൾ ലഭിക്കുന്നുണ്ട്. നമ്മുടെ ചർച്ചിൻ്റെ വെളിപ്പാടുകൾ മുഖാന്തരം നാം മിഷൻ വേല ചെയ്യുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ ദാസന് ഏതെല്ലാം ദേശത്ത് പോയി മിഷൻ വേല ചെയ്യുന്നു. നാം കഴിഞ്ഞ ശനിയാഴ്ച എത്ര ദാസന്മാരും ദാസിമാരും പോയി ദൈവത്തിൻ്റെ മിഷൻ വേല ചെയ്തു. അത് ദൈവത്തിൻ്റെ ഒരു ഹിതമാണ്. ഹല്ലേലൂയ. ഞാൻ എന്നെ കർത്താവെ നീ ഭൂമിയിലേക്ക് അയച്ചതുപോലെ, ഈ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ ഇവരെ ലോകത്തിലേക്ക് അയക്കുക. ഹല്ലേലൂയ. ചർച്ച് എന്ന് പറയുന്ന ഒരു മ്യൂസിയം അല്ല. ഹല്ലേലൂയ. ചർച്ച് മിഷനറി വേല ചെയ്യണം. ഹല്ലേലൂയ. അതാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. എന്നെ നീ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ ഇവരെ ലോകത്തിലേക്ക് അയക്കുകയാണ്. നിങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നമ്മളെ അയച്ചിരിക്കുക. ഹല്ലേലൂയ. നാം ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. ഹല്ലേലൂയ. അനോയിൻറ്റ് ചെയ്ത് മാറ്റി കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ ഉപയോഗത്തിനായി നമ്മളെയൊക്കെയും അനോയിൻറ്റ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ് നാം. ഹല്ലേലൂയ. മൂന്നാമത്തെ പ്രാർത്ഥന, അതിൻ്റെ 20-ാം വാക്യം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പ്രാർത്ഥിക്കുന്ന നോക്ക്. ഹല്ലേലൂയ. ഇപ്പോൾ നിലവിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, ഇനി ഭാവിയിൽ വരാനുള്ളവർക്കും വേണ്ടിയാണ് കർത്താവ് അവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു അപ്പോൾ ഹല്ലേലൂയ ഭാവിയിലുള്ളവരെക്കുറിച്ചും അവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുക. ഹല്ലേലൂയ. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. അപ്പോൾ ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുവാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. അതായത് വരുവാനുള്ള വിശ്വാസികൾക്ക് വേണ്ടി, ഭാവിയിലേക്കുള്ള വിശ്വാസികൾക്ക് വേണ്ടി കൂടി, ഫ്യൂച്ചർ ബിലീവേഴ്സിന് വേണ്ടി കർത്താവ് അവിടെ അപേക്ഷിച്ചിരിക്കുക, ദൈവത്തോട് അപേക്ഷിച്ചിരിക്കുക. ഹല്ലേലൂയ. ലോകം ഹല്ലേലൂയ ഡിവിഷനെ പ്രോത്സാഹിപ്പിക്കും. വിഭാഗിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കും.
ബ്രിട്ടീഷുകാരുടെ തത്വം അതായിരുന്നല്ലോ പണ്ട് ഇന്ത്യയിൽ അവർ വന്നു കഴിഞ്ഞപ്പോൾ. ഡിവൈഡ് ആൻഡ് റൂൾ എന്നാണല്ലോ. അപ്പോൾ അവർ ജാതികളുമായിട്ടും വംശങ്ങളുമായിട്ടും പൊളിറ്റിക്സായിട്ടും എല്ലാം ജാതികളെ വിഭാഗിച്ച് ഭരിക്കുവാൻ നോക്കും. അതാ പൊളിറ്റിക്സ്, അതാണ് രാഷ്ട്രീയം. ഹല്ലേലൂയ. ലോകം അതാണ്. വിഭജിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകാൻ നോക്കും. എന്നാൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, അവരെ നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് അവരെ ഒരു യുണൈറ്റിയാണ് കർത്താവ് യേശുക്രിസ്തു അവിടെ ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. അവരെല്ലാവരെയും പിതാവേ, അവരെല്ലാവരും നീ ഒന്നാക്കി. ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും ഒന്നായിരിക്കണം. അവരിങ്ങനെ ഡിവിഷൻ ചെയ്ത് പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഞാൻ കാത്തലിക്കാണ്, ഞാൻ മർത്തോമയാണ്, ഞാൻ CSI ആണ്, ഞാൻ പെന്തക്കോസ്താണ്, ഞാൻ ഇവാഞ്ചലിക്കലാണ്. അങ്ങനെയുള്ള ഡിവിഷൻ അല്ല കർത്താവ് ആഗ്രഹിച്ചത്. മറിച്ച് കർത്താവ് ആഗ്രഹിച്ചത് യുണൈറ്റി. ഹല്ലേലൂയ. ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളത് ഹല്ലേലൂയ ലോകത്തിൻ്റെ തത്വമാണ്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് യുണൈറ്റി ആയിട്ട് പോവുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഒരു കെട്ട് ചുള്ളി വിറകുകൾ കൂട്ടിവെച്ച് കെട്ടിയാൽ അതിനെ ഒടിക്കുവാൻ ആർക്കും കഴിയില്ല, പ്രയാസമാണ് ഒടിക്കുവാൻ. എന്നാൽ അതിൽ ഓരോന്നെടുത്താൽ ഓരോന്നോരോന്ന് ഒടിച്ചു കളയുവാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ പിശാച തന്ത്രങ്ങൾ മെനയും ആ ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൽ നിന്നും ഭിന്നിച്ചു പോയി തനിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം പിശാച് എപ്പോഴും മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് പ്രേരണ നൽകിക്കൊണ്ടിരിക്കും. എന്നാൽ നാം അപ്രകാരം ആയിത്തീരരുത്. അപ്രകാരം ആയിത്തീരും, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കർത്താവ് അറിഞ്ഞതുകൊണ്ട് കർത്താവ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവർ ഒരുമിച്ച് നിർത്തേണ്ടതിന് വേണ്ടി പിതാവേ എന്ന് യേശുക്രിസ്തു പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. നമ്മളിൽ പലരും ഹല്ലേലൂയ ഒരുമനപ്പെട്ട് നിൽക്കുന്നതിൻ്റെ കാരണം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഈ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. അവൻ ഭാവിയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ. അവൻ്റെ ആ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ചുരുക്കം കുറച്ച് പേരെങ്കിലും യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. ഇനി 4-ാമത്തെ ഭാഗം, യേശുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഹിസ് ഗ്രേറ്റസ്റ്റ് ഡിസയർ എന്ന് പറയുന്നത് 24-ാം വാക്യം. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാനിരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നോക്കിയേ, ഞാനിരിക്കുന്നിടത്ത് അവരും കാണണം. ഹല്ലേലൂയ. പിതാവിനോട് അപേക്ഷിച്ചിരിക്കുക. പിതാവ് കേൾക്കാതിരിക്കില്ല. പുത്രൻ അപേക്ഷിക്കുന്ന പിതാവ് കേൾക്കും. ഹല്ലേലൂയ. തൻ്റെ ശിഷ്യന്മാർ, താൻ സ്നേഹിക്കുന്നവർ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ യേശുക്രിസ്തു ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുവാനിടവരും. ഹല്ലേലൂയ. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ച് ഇരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടി ഇരിക്കണമേ എന്ന് ഇച്ഛിക്കുന്നു. കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമെന്ന് പറയുന്നത് നാം ഒന്നായിരിക്കാനാണ്. കർത്താവോട് കൂടി, യേശുവിനോട് കൂടി ഒന്നായിരിക്കണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിച്ചത്. അല്ലാതെ കർത്താവ് ആഗ്രഹിച്ചില്ല അതിൽ ഒരു വലിയ കൂട്ടമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചില്ല. അതുപോലെ ഹല്ലേലൂയ വലിയ വലിയ ശുശ്രൂഷകൾ ചെയ്തെടുക്കട്ടെ എന്നല്ല കർത്താവ് ആഗ്രഹിച്ചത്. കർത്താവ് ആഗ്രഹിച്ചത് ഇവിടെ സഭകൾക്ക് വളരെ പ്രശസ്തി ഉണ്ടാകട്ടെ എന്നൊന്നുമല്ല, സഭയിലുള്ള ജനങ്ങളുടെ എണ്ണം പെരുകട്ടെ എന്നൊന്നുമല്ല കർത്താവ് ആഗ്രഹിച്ചത്. കർത്താവ് ആഗ്രഹിച്ചത് അവർ എന്നോടുകൂടി ഇരിക്കണമേ എന്നാണ് കർത്താവ് ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ഈ 17-ാം അധ്യായം മുഴുവനും റെക്കോർഡ് ചെയ്തിട്ടുള്ളതിൽ വെച്ച്, എഴുതിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നീളമേറിയ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ്. നമുക്കിത് മാതൃയാക്കാം. ഇതിനെ 4ആയിട്ട് തിരിച്ചുകൊണ്ട് ഇത് ആദ്യം പ്രാർത്ഥിക്കുന്ന തനിക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി. രണ്ടാമത് അവർക്കായി വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആദ്യം വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്, ആദ്യം സ്വന്തം മക്കൾക്ക് വേണ്ടിയുമല്ല പ്രാർത്ഥിക്കുന്നത്, ആദ്യം പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നത് ഭാവിയിലേക്ക് ഇനി വരാനിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.
വരാനിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി, വരാനിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നാലാമതായിട്ട് കർത്താവ് ഇരിക്കുന്ന ഇടത്തേക്ക് എൻ്റെ ജനങ്ങളെല്ലാം ഞങ്ങൾ ഒന്നിച്ചിരിക്കേണ്ടതിനായി കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ കർത്താവിൻ്റെ മഹത്വം 17-ാം അധ്യായത്തിലൂടെ കർത്താവിൻ്റെ മഹത്വം നമുക്ക് വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. കർത്താവ് ബിലീവേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാകുവാനിടയായി തീർന്നു. അതുപോലെ ചർച്ചിൻ്റെ എയിം എന്ന് പറയുന്ന മിഷനാണ്, മിഷൻ. ഹല്ലേലൂയ. അതുപോലെ വിശുദ്ധന്മാർ ഒരുമിച്ചിരിക്കുവാൻ കർത്താവ് ആഗ്രഹിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് 17-ാം അധ്യായത്തിൽ വാക്യം ബൈ വാക്യമായിട്ട് വായിക്കുമ്പോൾ നമുക്കത് വെളിപ്പെട്ട് കിട്ടുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ വചനം ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഈ വചനത്താൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനം, പ്രാർത്ഥനയുടെ സൗന്ദര്യം അത് രുചിച്ചറിയുവാൻ ഇന്ന് രാത്രി ദൈവം സഹായിച്ചല്ലോ. പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന മറുപടികൾക്കായി സ്തോത്രം. ദാസൻ ബാബുകൈത് മറ്റും പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നതിന് ശേഷം കുഞ്ഞു ഭാഷ തുറന്ന് ലീഡ് ചെയ്യുന്നതായിരിക്കും. സ്തോത്രം.